സാമൂഹ്യക്ഷേമ പെൻഷൻ വാതിൽപ്പടി വിതരണം ചെയ്യുന്നത് അവസാനിപ്പിക്കാനുള്ള ഗവൺമെന്റ് തീരുമാനം ഗുണഭോക്താക്കൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതാണെന്നും നിലവിലെ സ്ഥിതി തുടരണമെന്നും BKM-UP പാലക്കാട് ജില്ലാ സെക്രട്ടറി സി രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പ്രായാധിക്യം ചെന്നവർക്കും ഭിന്നശേഷിക്കാർക്കും വളരെയധികം പ്രയാസം ബാങ്കുകൾ വഴിയാക്കിയാൽ ഉണ്ടാകും. നിലവിൽ കൃത്യമായി ലഭിക്കുന്ന പെൻഷൻ പടിപടിയായി ഇല്ലാതാവുമെന്ന ആശങ്ക ഗുണഭോക്താക്കൾക്കുണ്ടെന്നും ഗവൺമെന്റ് അത് ഗൗരവമായി കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടുണ്ടാക്കിയ നേട്ടങ്ങളെ ഒക്കെ തന്നെ താറുമാറാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ദുരിതമനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകളെ പോലും ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകളുമായി ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെ പ്രതിഷേധിക്കാതിരിക്കുവാൻ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ ഇടതുപക്ഷ സംഘടനകളും പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് BKMU എന്ന സംഘടന തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏതു സമയത്തും പോരാടുന്ന സംഘടന, ആ സംഘടന വളരെ എല്ലാ കാര്യങ്ങളിലും തൊഴിലാളികളുടെ പ്രശ്നം വരുമ്പോൾ ഇടപെടുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്കാണ് ഈ പെൻഷൻ സമ്പ്രദായം അട്ടിമറിക്കാനുള്ള നീക്കത്തെ പ്രതിഷേധിച്ചുകൊണ്ട് ഇതുപോലുള്ള വില്ലേജ് ഓഫീസുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും മുന്നിൽ ചെറുതും വലുതുമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് പൊറ്റശ്ശേരി നമ്പർ 2 വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI സംസ്ഥാന കൌൺസിൽ അംഗം പൊറ്റശ്ശേരി മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. 2018-19 ലോകത്തിന്റെ ഇന്ത്യയുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മഹാപ്രളയത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. കേരളത്തിലെ എല്ലാ ജില്ലകളെയും അത് ബാധിച്ചു. 10,000 ലക്ഷക്കണക്കിന് ആളുകളാണ് അതിന്റെ ദുരന്തത്തിനിരയായി ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിഞ്ഞിരുന്നത്, മറ്റ് പ്രയാസങ്ങളിൽ കഴിഞ്ഞിരുന്നത്. ആ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തം വാസസ്ഥലം നഷ്ടമായി. നിരവധിയായ പ്രയാസങ്ങൾ, പലവിധ ദുരന്തങ്ങളുമാണ് അവ ഏറ്റുവാങ്ങിയിരുന്നത്. പ്രിയപ്പെട്ടവരെ, 2018-ലും 2019-ലും പ്രളയം നടന്നപ്പോൾ ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ആ ദുരന്തബാധിതരെ അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കൂടി പ്രശ്നങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കുക, അങ്ങനെ മനുഷ്യത്വപരമായ പ്രവർത്തനം സംഘടിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 2018-19. ഇപ്പൊ കേരളത്തിൽ ആലപ്പുഴ, തൊട്ടപ്പുറത്ത് പത്തനംതിട്ട, തൊട്ടപ്പുറത്ത് കോട്ടയം, ഈ 3 ജില്ലകൾ മധ്യതിനും തിരുവിതാംകൂറിന്റെ തലസ്ഥാന നഗരികളായ ഈ 3 ജില്ലകളും ഏറ്റവും വലിയ പ്രളയക്കെടുതിയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുപ്പി വെള്ളം വാങ്ങിക്കൊടുക്കാൻ പോലും ഈ കേരളത്തിൽ ഒരു മനുഷ്യനില്ല എന്നിടത്തേക്ക് ഈ കേരളത്തിന്റെ മനസാക്ഷിയെ, കേരളത്തിന്റെ സാമൂഹ്യ നന്മയെ തിന്മയാക്കി മാറ്റിയത് നിങ്ങൾ കഴിഞ്ഞ 3 മാസം കൊണ്ട് നിങ്ങൾ സ്വീകരിച്ച നെഗറ്റീവ് വികാരങ്ങളുടെയും നെഗറ്റീവിസത്തിന്റെ ഫലമാണ്. CPI കോങ്ങാട് മണ്ഡലം സെക്രട്ടറി P ചിന്നക്കുട്ടൻ, അസിസ്റ്റന്റ് സെക്രട്ടറി K രാധാകൃഷ്ണൻ, T ഓമനക്കുട്ടൻ മാസ്റ്റർ, K രാമൻകുട്ടി, KK ബഷീർ, CP മുഹമ്മദ് എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മണ്ണാർക്കാട്. എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളും ദ്വിവർഷ ലാറ്ററൽ എൻട്രി കോഴ്സുകളും AICTEയുടെയും SPTയുടെയും അംഗീകാരത്തോടെ നൽകപ്പെടുന്നു. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ജോബ് ഓറിയന്റഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ്, CAD കോഴ്സുകൾക്ക് പ്രത്യേക ട്രെയിനിംഗ്, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ, ടെക് ഫെസ്റ്റുകൾ, അത്യാധുനിക ലാബുകൾ, വിദഗ്ധരായ അധ്യാപകർ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. മലബാർ പോളിടെക്നിക് ക്യാമ്പസ്, ചെറുപ്പുളശ്ശേരി.